നമസ്കാരം. അയോധ്യയിൽ പള്ളി പൊളിച്ച് ക്ഷേത്രം നിർമ്മിച്ചു എന്ന് പറഞ്ഞ് ദീനരോധനമാണ് എല്ലായിടത്തും കേൾക്കുന്നത്. എന്നാൽ ഇങ്ങനെ വാവിട്ട് കരയുന്നവർ ഡൽഹിയിൽ 600 വർഷം പഴക്കമുള്ള മെഹ്റോളിയിലെ അകുഞ്ചി മസ്ജിദ് പൊളിച്ചത് അറിഞ്ഞോ ആവോ? ഇതിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊന്ന് പോവാം. ഇക്കഴിഞ്ഞ ജനുവരി 30-നാണ് പോലീസ് വൻ സന്നാഹവുമായി എത്തി മുഗൾ കാലഘട്ടത്തിനും നൂറ്റാണ്ടുകൾക്ക് മുൻപ് നിർമ്മിക്കപ്പെട്ട മസ്ജിദ് പൊളിച്ചു നീക്കിയത്. എന്നാൽ കേരളത്തിലെ ഒരു മുഖ്യധാര മാധ്യമങ്ങളും ഇത് വാർത്തയാക്കുന്നത് നമ്മൾ കണ്ടില്ല. കേരളത്തിലെ ആരും എന്റെ പള്ളി എന്ന് വിളിച്ച് കരയുന്നതോ തെരുവിൽ പ്രകടനം നടത്തുന്നതോ സാഹിത്യ അധോലോക നായകന്മാർ അവാർഡ് തിരിച്ചു കൊടുക്കുകയോ മുക്കിന് പ്രതിഷേധം നടത്തുകയോ എന്തിനേറെ പറയുന്നു, ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ആരും ഇടുന്നത് പോലും നമ്മൾ കണ്ടില്ല. കാരണം പള്ളി പൊളിച്ചത് DDA ആണ്, അതായത് ആം ആദ്മി പാർട്ടി ഭരിക്കുന്ന സമിതി. കൂടാതെ കോൺഗ്രസ്, CPM തുടങ്ങിയ 26 മുന്നണികൾ നേതൃത്വം കൊടുക്കുന്ന ഇന്ത്യ മുന്നണിയുടെ ഭാഗവും. അതിനാൽ തന്നെ ഈ വാർത്ത ഒരിക്കലും അവർ പുറത്തു കൊടുക്കില്ല. അതേസമയം പള്ളിയുടെ ഇമാം സംഭവത്തെക്കുറിച്ച് പറയുന്നത് ഇപ്രകാരമാണ്: അകുഞ്ചി മസ്ജിദിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ബഹ്റുൽ ഉലൂം മദ്രസയും പുണ്യ വ്യക്തികളുടേതെന്ന് കരുതപ്പെടുന്ന കല്ലറകളും പൂർണ്ണമായി തകർത്തു. കൂടാതെ പള്ളി പൊളിച്ചു നീക്കിയത് സംബന്ധിച്ച് യാതൊന്നും പുറത്തറിയാതിരിക്കാൻ കെട്ടിടാവശിഷ്ടങ്ങൾ പോലും സംഭവ സ്ഥലത്ത് നിന്ന് നീക്കിയിട്ടുണ്ട്. കൂടാതെ പള്ളി പൊളിക്കാൻ വന്ന അധികൃതർ നടപടികൾ ചിത്രീകരിക്കുന്നത് തടയാൻ ശ്രമിച്ച തന്റെ ഉൾപ്പെടെ പള്ളിയിൽ ഉണ്ടായിരുന്ന എല്ലാവരുടെയും മൊബൈൽ ഫോണുകൾ പിടിച്ചെടുക്കുകയും ചെയ്തു. കൂടാതെ മദ്രസ വിദ്യാർത്ഥികൾക്ക് ഖുറാനോ വസ്ത്രങ്ങളോ ഭക്ഷണ സാധനങ്ങളോ എടുത്തു മാറ്റാനുള്ള സാവകാശം പോലും തന്നില്ല എന്നാണ്. അതേസമയം BJP ആണ് ഡൽഹി ഭരിച്ചിരുന്നതെങ്കിൽ ഇതൊന്നുമായിരിക്കില്ല പ്രതിപക്ഷ നേതാക്കൾ ചെയ്യുന്നത്. ഓരോ ഇലക്ഷനിലും മുസ്ലിങ്ങളുടെ മുഖത്ത് നോക്കി പ്രതികാരം ചെയ്യില്ലേ എന്ന് പറഞ്ഞ് വോട്ട് തെണ്ടാൻ പറ്റിയ അവസരമായിരുന്നു. കൂടാതെ BJPയുടെ ഭരണത്തിന് കീഴിൽ സമാധാനത്തോടെ ഇന്ത്യയിൽ ജീവിക്കാൻ സാധിക്കില്ല എന്നൊക്കെ പറഞ്ഞ് പ്രതിപക്ഷം കള്ളപ്രചാരണം നടത്തുമായിരുന്നു. എന്നാൽ ഇതിപ്പോൾ ഒന്ന് ഇടഞ്ഞു നിൽക്കുന്നുണ്ടെങ്കിലും ഇന്ത്യ മുന്നണിയിൽ ഉണ്ടായിരുന്ന ഒരാൾ ഭരിക്കുന്ന സ്ഥലത്ത് നടന്ന സംഭവമായതിനാൽ ആരും ഒരക്ഷരവും മിണ്ടില്ല. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. ദിഗന്ത റിസോർട്ട്, അഹമ്മദാബാദ്, ഗുജറാത്ത്.